പുതുപ്പള്ളിയിലെത്തിയിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ അനുഗ്രഹം വാങ്ങാനായിട്ട്. എന്താണ് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ? ഞങ്ങൾ KSUവിൻ്റെ പ്രവർത്തനം തുടങ്ങിയ കാലത്ത് മുതൽ ലഭിച്ച എല്ലാ പദവികളിലും ഇവിടെ കിടക്കുന്ന മനുഷ്യൻ്റെ അപാരമായ പിന്തുണയും സ്നേഹവും ഉണ്ടായിട്ടുണ്ട്. KSUവിൻ്റെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറി ആവുമ്പോൾ, ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആവുമ്പോൾ, സംസ്ഥാന KSU കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആവുമ്പോൾ, തെരഞ്ഞെടുക്കപ്പെട്ട KSUവിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആവുമ്പോൾ, യൂത്ത് കോൺഗ്രസിൻ്റെ പാർലമെന്റ് പ്രസിഡന്റ് ആവുമ്പോൾ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആവുമ്പോൾ, പാലക്കാട് സ്ഥാനാർത്ഥിയായി വന്ന് പാലക്കാട് MLA ആവുമ്പോൾ, അങ്ങനെ ഇതുവരെ ലഭിച്ച എല്ലാ പദവിയുടെയും ഒരു കാരണക്കാരനെ, ആദ്യത്തെ കാരണക്കാരനെ പറയാൻ പറഞ്ഞാൽ അതിന് ഉമ്മൻചാണ്ടി സാർ എന്നല്ലാതെ മറ്റൊരു പേരില്ല എന്നുള്ളത് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ ഇതാ വളരെ അപ്രതീക്ഷിതമായി മറ്റൊരു ഉത്തരവാദിത്വം കൂടെ പാർട്ടി ഏൽപ്പിച്ചിരിക്കുകയാണ്. വടകര പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശം വന്നു. പാർട്ടി നിർദ്ദേശം അനുസരിക്കുന്നു. പാർട്ടി നിർദ്ദേശം അനുസരിച്ച് വടകരയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യം വരേണ്ടത് ഇവിടെ തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. അതിൽ ഇവിടെ വരാതെ മറ്റെവിടെയും പോകാനും കഴിയില്ല. ഇപ്പം സാറുണ്ടായിരുന്നെങ്കിൽ ഇപ്പം അങ്ങനെ ഒരു തീരുമാനം വന്ന ശേഷം ആദ്യം വിളിക്കുന്നതും, തീരുമാനത്തിൻ്റെ ചർച്ച നടക്കുമ്പോൾ ചിലപ്പോൾ ആദ്യം വിളിച്ച് അന്വേഷിക്കുന്നതും, ധൈര്യം തരുന്നതും, അവിടെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ അതിലൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നതൊക്കെ സാറാവുമായിരുന്നു. മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ പോലും പാലക്കാട് മത്സരിക്കുന്ന സമയത്ത് അവിടെ ചെറിയൊരു പ്രശ്നം വന്ന സമയത്ത് രാത്രി ഏറെ വൈകി പാലക്കാട്ടേക്ക് യാത്ര ചെയ്ത് വന്ന് വളരെ ക്ഷീണിതനായിരുന്നു. പക്ഷെ ഒരുപാട് വൈകി 12:30-1 മണിക്ക് ശേഷം യാത്ര ചെയ്ത് പാലക്കാട് വരെ എത്തിച്ചു. എൻ്റെ ആ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്നാഗ്രഹിച്ച് അവരുമായിട്ട് സംസാരിച്ച് അത് തീർത്ത് തിരിച്ചു പോകുന്ന ഉമ്മൻചാണ്ടി സാറിനെ ഒരിക്കലും മറക്കുകയില്ല. അപ്പം വടകര പോകുമ്പോഴും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ ഇവിടെ വന്നു, പുതുപ്പള്ളി വന്നു, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടി വന്നു, പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. വടകരയിൽ ജയിക്കാൻ കഴിയും എന്ന കാര്യത്തിനോട് സംശയമില്ല. മുരളീധരനെതിരെ വലിയ ആക്രമണം BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം ഒരു ശിഖണ്ഡിയെ പോലുള്ള ഒരു നേതാവാണെന്നാണ് സുരേന്ദ്രൻ അല്പസമയം പറഞ്ഞത്. ഈ പലയിടത്തും തോൽക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തെ കൊണ്ടു നിർത്തുന്നത്. നേമത്ത് അങ്ങനെയാണ്, ഇപ്പോൾ തൃശ്ശൂർ അങ്ങനെയാണ് എന്നൊക്കെയുള്ള വലിയ അക്രമം ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് അതിനെ? ശ്രീ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് തോൽക്കുന്നതിനെ സംബന്ധിച്ച് വേറൊരാളെ പരിഹസിക്കാൻ പാടുണ്ടോ? അതങ്ങനെ അദ്ദേഹം ചെയ്യാൻ പാടുണ്ടോ? മുരളീധരൻ എന്തൊരു ആർജവത്തോടെയാണ് നിലപാടുകൾ എടുക്കുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. BJPക്കും സംഘപരിവാറിനോടും അദ്ദേഹത്തിനുള്ള അസ്വസ്ഥതയുടെ കാരണം അവരുടെ തോൽവിക്ക് നിരന്തരം അദ്ദേഹം കാരണമാവുന്നു എന്നുള്ളതാണ്. കേരളത്തിൽ BJP പൂജ്യമായി തന്നെ നിലനിൽക്കാനും കാരണക്കാരനായി മാറിയത് ശ്രീ മുരളീധരൻ്റെ ആർജവം തന്നെയാണെന്നുള്ള കാര്യത്തിന് സംശയം വേണ്ട. ഇപ്പോൾ ഇതാ തൃശ്ശൂരിൽ കൊട്ടിഘോഷിച്ച് വലിയ രീതിയിൽ പ്രചരണവും, പ്രധാനമന്ത്രി നിരന്തരം ആഴ്ചയ്ക്ക് 1-2 തവണയൊക്കെ അവിടെ വന്നു പോയിട്ട് അവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാമെന്നൊക്കെ പ്രതീക്ഷിച്ചെടുത്ത് അത് ആദ്യമേ തൃശ്ശൂരിലെ ജനത അതിലെ നെല്ലും പതിരും അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇതാ മുരളിയേട്ടൻ അവിടേക്ക് ചെല്ലും കൂടെ ചെയ്യുന്നതോടുകൂടി പരിപൂർണമായി അവിടെ അവരുടെ പരാജയം ഉറപ്പായിരിക്കുന്ന സാഹചര്യത്തിലുള്ള നിരാശ കൊണ്ടാണ് മുരളീധരനെതിരെ BJPയും സുരേന്ദ്രനും സംഘപരിവാറും ഒക്കെ ഇങ്ങനെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ RSS വിരുദ്ധതയ്ക്ക് ഉള്ളൊരു സർട്ടിഫിക്കറ്റായിട്ട് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. BJPയുടെയും സംഘപരിവാറിൻ്റെയും മുരളീധരൻ വിമർശനം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കുള്ളൊരു അംഗീകാരം സർട്ടിഫിക്കറ്റുമായിട്ട് കാണാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്.